MMB ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ഒരു ബിസിനസ് ഓണർ ഫ്ലെക്സിബിൾ ആവുന്നത് ബിസിനസ്സിന് ഗുണകരമാണോ എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ് എന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില ഏരിയകളിൽ ഫ്ലെക്സിബിൾ ആകാവുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ഒട്ടും ഫ്ലെക്സിബിൾ ആവാനും പാടില്ല. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ബിസിനസ്സിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല. അവിടെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ലൂപ്പ് ഹോളുകൾ വരുന്നു. നിങ്ങളുടെ ബിസിനസ്സിനെ തകർച്ചയിലേക്ക് നയിക്കുവാൻ അത് സഹായിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഫ്ലെക്സിബിൾ ആവാം, ചില കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഫ്ലെക്സിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൽ വേറൊരു മേഖലയാണ് എംപ്ലോയീസ്. നമ്മളെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്ലെക്സിബിലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ നിങ്ങൾ നയിക്കുന്നത് ഒരു റോങ് ഡയറക്ഷനിലേക്കായിരിക്കും. അതായത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരെ തെറ്റ് ചെയ്യാതെ അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ നിങ്ങൾ അതിൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നാൽ അവരെ തെറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രചോദിപ്പിക്കുന്നു എന്നതിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ പറയാറുണ്ട് ഓൺട്രപ്രനറെ സംബന്ധിച്ചിടത്തോളം, ഡോണ്ട് ലെറ്റ് പീപ്പിൾ അബ്യൂസ് യുവർ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാറുണ്ട്. സത്യത്തിൽ പലരും ഇതിൽ പെട്ട് കിടക്കുന്ന ഓൺട്രപ്രനേഴ്സാണ്. ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന പല ആളുകളും ഇപ്പം സംഭവിക്കുന്നത്, അവർ വളരെ നല്ല ഫ്ലെക്സിബിളായിട്ട് എംപ്ലോയീസിനോട് നിൽക്കുന്നു. അവർ അതിനെ മിസ്യൂസ് ചെയ്യുന്നു. മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. മാത്രമല്ല എംപ്ലോയീസിൻ്റെ ഗ്രോത്തിനെയും അത് ബാധിക്കും. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി നല്ലതാണ്. പക്ഷേ എവിടെയാണോ നമ്മൾ ഫ്ലെക്സിബിൾ ആവുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ കോർ വാല്യൂസ്, അതുപോലെ തന്നെ സിസ്റ്റംസ്, ഇതിൽ ഒരു തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയും അനുവദിക്കാതിരിക്കുക എന്നുള്ളതും ആ ബിസിനസ്സിൻ്റെ വിജയത്തിന് വളരെ അനിവാര്യമാണ്. പീപ്പിളുമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി നമുക്ക് നൽകാൻ കഴിയുന്നത് സാലറിയിൽ നമുക്ക് നൽകാൻ കഴിയും. അവർക്ക് നൽകുന്ന കമ്മീഷനുകളിലൊക്കെ നമുക്ക് ഫ്ലെക്സിബിൾ ആവാൻ കഴിയും. അത് അവരെ കൂടുതൽ പ്രചോദനം നൽകും. അവർക്ക് പിന്നെ കൂടുതൽ വർക്ക് ചെയ്യാനും ഇതൊക്കെ. അതേസമയം അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമല്ലെങ്കിൽ അത് സാരമില്ല, നാളെ വീണ്ടും ചെയ്യൂ എന്ന് പറയുന്ന ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അത് ജനറലി ബിസിനസ്സിനെ താഴേക്കായിരിക്കും കൊണ്ടുപോവുക. അപ്പോൾ ഇത് എല്ലാ ബിസിനസ്സുകാരും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്ലെക്സിബിലിറ്റി വളരെ നല്ലതാണ്. പക്ഷേ എല്ലാ മേഖലകളും ഫ്ലെക്സിബിൾ ആയിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമായിരിക്കും. ഇത്തരം കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ടതാണെന്ന് അർത്ഥം. വളരെ നമ്മൾ അറിയണം എന്താണ് എവിടെയാണ് ഞാൻ ഫ്ലെക്സിബിൾ ആവുന്നത് എന്നതും ആ ഫ്ലെക്സിബിൾ ആവുന്നത് കൊണ്ടുള്ള റിസൾട്ട് എന്താണെന്നുള്ളതും നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ചെറിയ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ചെറിയ വിട്ടുവീഴ്ചകളും കാര്യങ്ങളും ഒക്കെ എംപ്ലോയീസിനോട് ചെയ്യുന്നത്, അവർ ഇനി അത് ചെയ്യാതിരിക്കാൻ കാരണമാവുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഗുണപ്രദമാവുള്ളൂ. വീണ്ടും അതേ കാരണവുമായിട്ട് തിരിച്ചു വരാനാണ് അത് കാരണമാവുന്നത് എങ്കിൽ അതിനർത്ഥം ആ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നു, എംപ്ലോയീസിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ്സുമായും നിങ്ങളുടെ ജീവിതവുമായും ബന്ധപ്പെട്ട ഇത്തരം ക്വസ്റ്റ്യങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. നമുക്കൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.